ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദീപാസ് കിച്ചൺ. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിരിക്കുകയാണേ. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്താണെന്ന് പറയട്ടെ. ഈ മാസം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കഞ്ഞിയാണേ. എന്താണെന്ന് പറയട്ടെ, കർക്കിടക കഞ്ഞി. അപ്പം നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. കർക്കിടകക്കഞ്ഞി റെഡിയാക്കാൻ ആദ്യം തന്നെ വേണ്ടത് ഉലുവയാണേ. അതിനൊരു 4 ടേബിൾ സ്പൂൺ ഉലുവ കഴുകി എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് കുതിർക്കാൻ വെക്കാം. ഒരു 8 മണിക്കൂർ കുതിരാൻ വെക്കാം. അതിനായി ഞാനിവിടെ എടുത്തേക്കുന്ന പായസ അരിയാണേ. എനിക്ക് ഞവര അരി കിട്ടിയില്ല, അതുകൊണ്ടാണ് പായസത്തിൻ്റെ അരി എടുത്തേക്കുന്നത്. അതൊരു കപ്പ് ചേർത്ത് കൊടുക്കുകയാണേ. കാൽ കപ്പ് മുതിര, അരക്കപ്പ് ചെറുപയർ. ഇനി ഇതെല്ലാം ഒന്ന് വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ട് വരാവേ. നമ്മൾ ഇത് തയ്യാറാക്കുന്ന കുക്കറിലാണേ. നേരത്തെ കുതിർക്കാൻ വെച്ച ഉലുവയാണ് ഇത്, കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ജീരകം, 2 ടീസ്പൂൺ അയമോദകം, ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കഴുകി വെച്ചിരിക്കുന്ന ചെറുപയറും മുതിരയും അരിയും കൂടാണ്. രണ്ടര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒരു 5 വിസിൽ അടുപ്പിച്ച് എടുത്തിട്ട് വരാമേ. 5 വിസിൽ അടുപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം കൂടി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയേ. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്ന 1 മുറി തേങ്ങയുടെ 2ാം പാലാണ്. കർക്കിടക മാസത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കഞ്ഞിയാണേ. 7 ദിവസം അടുപ്പിച്ച് കുടിക്കണമെന്നാണ് പറയുന്നത്. അതിന് നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ ഈ മാസം ഒരിക്കലെങ്കിലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് കുടിക്കണേ. ഇതേപോലെയുള്ള ഹെൽത്തി റെസിപ്പികൾക്കായി ദീപാസ് കിച്ചൺ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്ന 1/2 ടേബിൾ സ്പൂൺ ഉപ്പാണേ. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കഞ്ഞിയെല്ലാം നല്ലതുപോലെ കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1ാം പാല്. കർക്കിടക കഞ്ഞി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടുകൂടി സെർവ് ചെയ്യാവുന്നതാണ്. ഇതിനൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഫ്രണ്ട്സ്. മുതിര കഴിച്ചാൽ കുതിരയുടെ പവർ കിട്ടുമെന്നല്ലേ പറയുന്നത്. അതേപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കർക്കിടക കഞ്ഞിയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കിയിരിക്കുന്നത്. ബാക്ക് പെയിൻ ഉള്ളവർക്ക് അത് കുറയ്ക്കാനും ഡയബറ്റിക് കൊളസ്ട്രോൾ ഉള്ളവർക്ക് കൺട്രോൾ ചെയ്ത് നിർത്താനും പറ്റിയ നല്ലൊരു കർക്കിടക കഞ്ഞിയാണേ.